അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ രോഗം കാണാൻ പോയി. കാണാൻ ചെന്ന് മരണവുമായി അടുപ്പിക്കുന്ന സമയമാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ തസ്തകി? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ സ്വഹാബിയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് എന്താ രോഗം? നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? ചോദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ദുനൂബി, എനിക്ക് അവലാതി പറയാനുള്ളത് തലവേദനയല്ല, എനിക്ക് അവലാതി പറയാനുള്ളത് എന്റെ ഉരവേദനയല്ല, എന്റെ പ്രശ്നം എന്റെ പാപമാണ് ഉസ്മാനേ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഹോദരന്മാരെ, ആഖിറം ചിന്തിച്ച് ജീവിക്കുന്നവർ, അല്ലാഹുവിൽ ലയിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, അല്ലാഹുവിന്റെ അടിമത്വം പ്രകടിപ്പിച്ച് ജീവിക്കുന്നവർ, അവർ നമ്മുടെ ദുന്യാവിലെ വിഷയങ്ങൾ അവർക്ക് വിഷയങ്ങളല്ല. അവരെ വിഷയം എന്നെന്നും ജീവിക്കുന്ന ആഖിറത്തിന്റെ വിഷയമാണ്. അവരുടെ ചിന്ത എപ്പോഴും അവരവരുടെ പാപങ്ങളെ കുറിച്ചാണ്, അവരുടെ തെറ്റിനെ കുറിച്ചാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ദുനൂബി, എന്റെ പാപമാണ് എനിക്ക് പ്രശ്നം. ഉടനെ തന്നെ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, ഫമാ തസ്തഹി? നിങ്ങൾ ആശിക്കുന്നത് എന്താണ് ഇബ്നു മസ്ഊദ്? ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, റഹ്മത്ത് റബ്ബി, എന്റെ റബ്ബിന്റെ റഹ്മത്ത് ഞാൻ ആശിക്കുന്നു. ഞാൻ എത്ര തെറ്റ് ചെയ്തു പോയവനാണെങ്കിലും ഞാനൊരു വലിയ അർഹമുർ റഹീമിനായ റബ്ബിന്റെ അടിമയല്ലേ, വല്ലാതെ അനുഗ്രഹം ചെയ്യുന്ന രാജാവല്ലേ, അവന്റെ അനുഗ്രഹം വളരെ വിശാലമല്ലേ, പാപികൾക്ക് പുറത്തു കൊടുക്കുന്ന രാജാവല്ലേ, തെറ്റ് ചെയ്തവർക്കും കാരുണ്യം ചെയ്യുന്ന രാജാവല്ലേ, മനസ്സുകൊണ്ട് ഖേദിച്ച് മടങ്ങിയാൽ അതേ സ്വീകരിക്കുന്ന രാജാവല്ലേ, ആ റബ്ബിന്റെ റഹ്മത്താണ് എന്റെ ആശ. ഉടനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, അലാ അംറു ലക ബി തബീബിൻ? ഞാൻ നിങ്ങൾക്കൊരു വൈദ്യരെ, ഒരു ഡോക്ടറെ ഞാൻ കൽപ്പിച്ച് വിളിക്കട്ടെ? നിങ്ങൾക്ക് ചികിത്സിക്കാൻ ഒരു ഡോക്ടറെ വിളിക്കട്ടെ? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അത്തബീബു അംറദനി, അത്തബീബു അംറദനി, എനിക്ക് രോഗം തന്നത് രോഗം സുഖപ്പെടുത്തുന്നവനല്ലേ, രോഗം സുഖപ്പെടുത്തുന്നവനല്ലേ എനിക്ക് രോഗം തന്നത്. സുബ്ഹാനല്ലാഹ്. ഉടനെ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, അലാ അംറു ലക ബി അതാഇൻ? ഞാൻ നിങ്ങൾക്ക് അതാ എന്തെങ്കിലും ഒരു സംഖ്യ തരാൻ വേണ്ടി ഞാനൊന്ന് ഓർഡർ ചെയ്യട്ടെ? നിങ്ങൾ ആവശ്യത്തിന് കുറച്ച് സംഖ്യ തരാൻ ഞാൻ ഓർഡർ ചെയ്യട്ടെ? ബഹുമാനപ്പെട്ടവരുടെ മറുപടി, ലാ ഹാജത ലീ ഫീഹി, എനിക്കങ്ങനെ സംഖ്യയൊന്നും വേണ്ട, ആവശ്യമില്ല. ഉടനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, യകൂനു ലി ബനാതിക മിൻ ബഅദിക്? നിങ്ങളങ്ങ് മരിച്ചുപോയാൽ നിങ്ങൾക്ക് കുറെ പെൺകുട്ടികളില്ലേ, ആ പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാമല്ലോ, ഞാൻ കുറച്ച് ധനം നിങ്ങൾക്ക് തരാൻ ഞാൻ ഓർഡർ ചെയ്യട്ടെ? അപ്പോഴാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അതഖ്സാ അലാ ബനാതിൽ ഫഖറ? എന്റെ പെൺകുട്ടികൾ ദരിദ്രരായി പോകുമെന്ന് നിങ്ങൾ പേടിക്കുന്നുണ്ടോ? ഇന്നി അമർതു ബനാതി യഖറഅന കുല്ല ലൈലത്തിൻ സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ വാഖിഅ, അൽ വാഖിഅ സൂറത്ത് ഓതാൻ ഞാൻ എന്റെ പെൺകുട്ടികളോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇന്നി സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഖൂൽ പറയുന്നത് ഞാൻ കേട്ടതാണ്, മൻ ഖറഅ സൂറത്തുൽ വാഖിയത്തി കുല്ല ലൈലത്തിൻ ലം തുസിബഹു ഫാഖത്തുൻ അബദാ. സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും ഓതുന്ന മനുഷ്യൻ അവനൊരു കാലത്തും ദാരിദ്ര്യം പിടികൂടുകയില്ല, ഫഖീറായി പോവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടതാണ്, ഞാൻ എന്റെ പെൺകുട്ടികൾക്ക് അത് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങളെ കൊടുതിയൊന്നും വേണ്ടതില്ല. എന്റെ പെൺമക്കള് അവര് ഫഖീറായി പോകുമെന്ന പേടി നിങ്ങൾക്ക് വേണ്ട. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സൂറത്തുൽ വാഖിയ ഓതാൻ എന്റെ പെൺകുട്ടികളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. എന്റെ ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൂറത്തുൽ വാഖിഅ ദിവസേന രാത്രിയിൽ ഓതിക്കോ, വളരെ പുണ്യമുള്ളതാണ്. നമ്മൾ അനാവശ്യങ്ങളിൽ നമ്മുടെ മനസ്സ് തിരിക്കണം, അനാവശ്യ ചിന്തകളിൽ നിന്ന് തിരിക്കണം, അനാവശ്യ വാക്കുകളിൽ നിന്ന് തിരിക്കണം, അനാവശ്യ പ്രവർത്തനങ്ങളിൽ നിന്ന് തിരിക്കണം. നമുക്ക് ദുനിയാവും അല്ലാഹു തരും, ആഖിറവും അല്ലാഹു തരും. അതിന് കഴിവുള്ളവനാണ് അല്ലാഹു തആല. അവനതിനുള്ള സംവിധാനങ്ങൾ ഈ ഭൂമിയിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ആ സംവിധാനങ്ങളുമായി ബന്ധപ്പെടണം. നമുക്ക് അല്ലാഹു മനസ്സമാധാനം തരും. എത്ര വലിയ മുതലാളിയായാലും സമാധാനമില്ലെങ്കിൽ മുതലാളി എന്താണ്, ധനം കൊണ്ടെന്താണ് കാര്യം? ആരോഗ്യമില്ലെങ്കിൽ പണം കൊണ്ടെന്താണ് കാര്യം? ഏത് വിഷയവും അല്ലാഹുവല്ലേ തരേണ്ടത്.
ആ രാജാവിലേക്ക് മനസ്സ് തിരിക്കുക. അതല്ലേ റബ്ബിന്റെ അടിമ, ഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ അടിമ, അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ചവരല്ലേ. ആ നിലക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഇനി നിങ്ങൾക്ക് നെട്ടോട്ടം ഓടുന്നവരില്ലേ? സുബ്ഹാനല്ലാഹ്, ചില പെണ്ണുങ്ങളെയൊക്കെ കാണാം, നേരം വെളുത്താൽ ഇറങ്ങും. എവിടേക്കാണ് ഇറങ്ങുന്നത്? ഓരോ സ്ഥലത്തേക്ക്. എന്താണ്? സുബ്ഹാനല്ലാഹ്, ഇപ്പൊ പറയാൻ സമയമില്ല. ചിലര് ജ്യോത്സ്യന്മാരേക്ക് പോകുന്നവരുണ്ട്. കണക്ക് വെച്ചിട്ട് എന്തൊക്കെയോ പറയുന്ന ജ്യോത്സ്യന്മാര്, കണിശന്മാര്, നമ്പൂരിമാര്, ഇങ്ങനത്തെ ആളുകളെടുത്ത് പോകുന്നവരുണ്ട്. ചിലപ്പോ ഒരു വിവരമില്ലാതെ ഞാൻ അതിന്റെ ഒക്കെ ആളാണ് എന്ന് പറഞ്ഞിട്ട് ചില സംഗതി കൊണ്ടിരിക്കുന്ന ചില മുസ്ലിയാരെ പേരുള്ളവരും തങ്ങളെ പേരുള്ളവരൊക്കെ അങ്ങനെയുണ്ട്. എല്ലാ തങ്ങന്മാരും അങ്ങനെയാണെന്നല്ല, എല്ലാ മുസ്ലിംമാരും അങ്ങനെയാണെന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. മറിച്ച് പൂർണ്ണമായി തട്ടിപ്പ്, ഒരു വിവരമില്ലാതെ ആര് വന്ന് പറഞ്ഞാലും സിഹർ, ആര് വന്ന് പറഞ്ഞാലും എന്റെ കുടുംബക്കാര് സിഹർ ചെയ്താണ്, എന്റെ ഭാര്യ വീട്ടുകാർ സിഹർ ചെയ്താണ്, അല്ലെങ്കിൽ എന്റെ തൊട്ട പീഡിയക്കാര് സിഹർ ചെയ്താണ് എന്ന് പറഞ്ഞിട്ട് അയൽവാസികൾ തമ്മിൽ തല്ലിച്ച്, കുടുംബക്കാർ തമ്മിൽ തെറ്റിച്ച്, ഭർത്താവിന്റെ ആൾക്കാർ ഭാര്യന്റെ ആൾക്കാർ തമ്മിൽ തെറ്റിച്ച്, ഇങ്ങനത്തെ ഫിത്തനയും ഫസാദും പറയുന്ന കുറെ കണക്കന്മാര് ഓടാണ് മനുഷ്യന്മാര്. ഞാൻ പറയട്ടെ, നമുക്കല്ലാഹു തന്ന പരിശുദ്ധ ഖുർആൻ, നമുക്കല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ദിക്റുകൾ, ആ ദിക്റും ഖുർആനുമായി നമ്മൾ ബന്ധപ്പെട്ടാൽ തടുക്കാൻ കഴിയാത്ത സിഹറുകളുണ്ടോ? തടുക്കാൻ കഴിയാത്ത വിഷയങ്ങളുണ്ടോ? നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യഹൂദികൾ സിഹർ ചെയ്ത് എന്റെ ബുദ്ധി തന്നെ തെറ്റിച്ചു കളയുമായിരുന്നു. അങ്ങനത്തെ സിഹറന്മാരാണ് യഹൂദികൾ. ഞാൻ അവരുടെ ആശയത്തെ അനുകൂലിക്കാത്തതിനാൽ, ഞാൻ അവർക്ക് ഒപ്പിച്ച് പറഞ്ഞു കൊടുക്കാത്തതിനാൽ എന്നെ സിഹർ ചെയ്ത് തന്നെ കേടുവരുത്താൻ അവർ ശ്രമിക്കുമായിരുന്നു. പക്ഷേ എന്നോടത് നടക്കുന്നില്ല. പലരും പറയാറുണ്ട്, പിഴച്ചുപോയ ചില തരീഖത്തിന്റെ ആളുകൾ, യഥാർത്ഥത്തിൽ അവർ തരീഖത്തിന്റെ ആളുകളല്ല. തരീഖത്തെന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് ഇബാദത്ത് കൊണ്ടും ഈമാൻ കൊണ്ടും തഖ്വ കൊണ്ടുമുള്ള അടുപ്പമാണ്. അത് അടുക്കുന്ന വഴിയിൽ കടക്കലാണ്. അത് മഹാന്മാരെ വഴിയാണ്. അത് വിട്ടുകൊണ്ട് നിസ്കാരം പ്രശ്നമല്ല, നോമ്പ് പ്രശ്നമല്ല, ആലിമീങ്ങളെ കുറ്റം പറഞ്ഞ പ്രശ്നമല്ല, എന്തുണ്ടായാലും പ്രശ്നമല്ല. നമ്മളെ ശൈഖിനെ അങ്ങ് പോയി സ്വീകരിച്ചാൽ ചിരിച്ചു മരിക്കാമെന്ന് പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കുന്നവരുണ്ട്. ഓ സഹോദരാ, നന്നായി ശ്രദ്ധിക്കണം. അത്തരം ആളുകൾക്കെതിരെ പണ്ഡിതന്മാര് സംസാരിക്കുമ്പോ പണ്ഡിതന്മാരെ അവർ സിഹർ ചെയ്ത് കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്താറുണ്ട്. അതേ യഹൂദികളുടെ സ്വഭാവവും അതുപോലുള്ള സ്വഭാവമായിരുന്നു. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഓ ജനങ്ങളെ, ലൗലാ കലിമാത്തുൻ നഖൂലുഹുന്ന, ഞാൻ ചൊല്ലി വരുന്ന ചില കലിമത്തുകളുണ്ട്, ഞാൻ ചൊല്ലി വരുന്ന ചില ദിക്റുകളുണ്ട്, അതെങ്ങാനും ഞാൻ ചൊല്ലുന്നില്ലായിരുന്നുവെങ്കിൽ ലജഅലത്തിനി യഹൂദു ഹിമാറാ, യഹൂദികൾ സിഹർ ചെയ്ത് ശൈത്താന്മാരെ സേവക്ക് വിളിച്ച് എന്നെ കഴുതയാക്കി കളയുമായിരുന്നു. അഥവാ എന്റെ ബുദ്ധിക്ക് തന്നെ തകരാറ് സംഭവിപ്പിക്കാൻ സിഹറിലൂടെ യഹൂദികൾ ശ്രമിക്കുമായിരുന്നു. പക്ഷേ ഞാൻ ചൊല്ലുന്ന ദിക്റ് കൊണ്ട് അവർക്കെന്നെ നേരിടാൻ കഴിയുന്നില്ല. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഏതാണ് ആ ദിക്റ്? ബഹുമാനപ്പെട്ടവരെ പറഞ്ഞു, അഊദു ബിവജ്ഹില്ലാഹിൽ അദീം അല്ലദീ ലൈസ ശൈഉൻ അഅളമ മിൻഹു വബികലിമാത്തില്ലാഹി താമ്മാത്തി ലതീ ലാ യുജാവിസുഹുന്ന ബർറുൻ വലാ ഫാജിർ വബിഅസ്മാഇല്ലാഹിൽ ഹുസ്നാ മാ അലിംതു മിൻഹാ വമാ ലം അഅലം മിൻ ശർരി മാ ഖലഖ വദറഅ വബറഅ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു ദിക്ർ പറഞ്ഞു കൊടുക്കുന്നു. ഒരു ശൈത്താനിന്റെ ശർറും ഒരു സിഹറിന്റെ ഒരു യഹൂദിക്കും കൊണ്ടുവരാൻ സാധ്യമല്ല. ഞാൻ ചൊല്ലുന്ന ദിക്ർ അത്രയും മഹത്വമുള്ള ദിക്റാണ്. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് കൂടിയായ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരാളായ ഇമാം ദാരിൽ ഹിജ്റ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. അഊദു ബിവജ്ഹില്ലാഹിൽ അദീം അല്ലദീ ലൈസ ശൈഉൻ അഅളമ മിൻഹു, അല്ലാഹുവിന്റെ വജ്ഹ് കൊണ്ട് ഞാൻ കാക്കുന്നു, അതിനേക്കാൾ വലിയ മറ്റൊന്നില്ല. വബികലിമാത്തില്ലാഹി താമ്മാത്തി ലതീ ലാ യുജാവിസുഹുന്ന ബർറുൻ വലാ ഫാജിർ, അല്ലാഹുവിന്റെ വചനങ്ങളെ കൊണ്ട് ഞാൻ കാക്കുന്നു, ഏത് നല്ലവരും ഏത് മോശക്കാരനും അതിനെ വിട്ടുകിടക്കൂല.
വബിഅസ്മാഇല്ലാഹിൽ ഹുസ്ന, അല്ലാഹുവിന്റെ മഹത്തായ നാമങ്ങളെ കൊണ്ട് ഞാൻ കാക്കുന്നു. മാ അലിംതു മിൻഹാ വമാ ലം അഅലം, ഞാൻ അറിയുന്നതും അറിയാത്തതുമായ റബ്ബിന്റെ സർവ്വനാമങ്ങളെ കൊണ്ടും ഞാൻ കാക്കുന്നു. മിൻ ശർരി മാ ഖലഖ വദറഅ വബറഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച, അല്ലാഹു തആല ലോകത്തെ വിതറിയ, അല്ലാഹു തആല പല നിലക്കും ഇവിടെ ഉണ്ടാക്കിയ എല്ലാ വസ്തുക്കളുടെയും ശർറിൽ നിന്ന്. ഈ അർത്ഥം വരുന്ന ദിക്ർ ഏത് സിഹിറിനെയും നേരിടാൻ പര്യാപ്തമാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ വീട്ടിൽ സിഹിറിന്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ കടയിൽ സിഹിറിന്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും സിഹിറിന്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എന്നാ പിന്നെ നിങ്ങൾ എന്തെങ്കിലും പറയുന്നവരുടെ അടുക്കൽ പോയി ആരെ സംബന്ധിച്ചെങ്കിലും തെറ്റിദ്ധാരണ വരുത്തി, എന്റെ കുടുംബക്കാര് സിഹിർ ചെയ്തു, അനുജനോ ജേഷ്ഠനോ പെങ്ങളോ ആങ്ങളെയോ അമ്മാമനോ ഉമ്മാന്റെ ജ്യേഷ്ഠത്തിയോ അനുജത്തിയോ ബാപ്പന്റെ ജ്യേഷ്ഠനോ അനുജനോ അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാരോ ഭർത്താവിന്റെ വീട്ടുകാരോ സിഹിർ ചെയ്തു എന്ന് തെറ്റിദ്ധരിച്ചിട്ട് കുടുംബങ്ങൾ തമ്മിൽ തെറ്റണ്ട. നിങ്ങൾ പരസ്പരം അയൽവാസികൾ തമ്മിൽ തെറ്റണ്ട. നിങ്ങൾ അവിടെ വെച്ച് സൂറത്തുൽ ബഖറ ഓതിക്കോളൂ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് സൂറത്തുൽ ബഖറ. അതോതുന്ന സ്ഥലത്ത് സിഹിർ ഫലിക്കുകയില്ല. സൂറത്തുൽ ബഖറ ഓതിക്കോളൂ. നല്ല കാര്യങ്ങൾ രാത്രിയും പകലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ പതിവ്. ഇങ്ങനെ വന്നാലും ഓതിയതിന്റെ പ്രതിഫലം നഷ്ടപ്പെടില്ല, ഓതിയതിന്റെയും ചൊല്ലിയതിന്റെയും പ്രതിഫലം നഷ്ടപ്പെടുകയില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏത് ദിവസവും രാത്രി സമയത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടുന്ന് സൂറത്തു സജദ ഓതാതെ, അലിഫ് ലാം മീം തൻസീലു സജദ ഓതാതെ, തബാറക സൂറത്ത് ഓതാതെ അവിടുന്ന് കിടന്നുറങ്ങാറില്ല. തബാറക സൂറത്ത് ദിനേന ഓതിയാൽ ഖബറിലെ അലാദാബിൽ രക്ഷയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരാൾ വന്ന് പറഞ്ഞില്ലേ, നബിയേ, ഞാനൊരു സ്ഥലത്ത് ടെന്റ് കെട്ടിയുണ്ടാക്കി, ഞാനവിടെ വിശ്രമിക്കുകയാണ് രാത്രി സമയത്ത്. അതൊരു മനുഷ്യന്റെ ഖബറായിരുന്നു, പക്ഷെ ഖബറാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനവിടെ ടെന്റ് കെട്ടിയിരിക്കുമ്പോ ഫൈദാഹു ഖബറു ഇൻസാനിൻ യഖറഉ ഫീ സൂറത്ത് തബാറക, ആ ഖബറിന്റെ ഉള്ളിൽ വെച്ച് ഒരാൾ തബാറക സൂറത്ത് ഓതുന്നത് ഞാൻ കേട്ടു നബിയേ. മരിച്ചുപോയാൽ മരിക്കുന്നവരെല്ലാം ഒരുപോലെയല്ല. ഖബറിൽ വെച്ച് ഖുർആൻ ഓതുന്നവരുണ്ട്, ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നവരുണ്ട്, ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ കഴിവുള്ളവരുമുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ ഖബറിന്റെ ഉള്ളിൽ വെച്ച് ഖുർആൻ ഓതുന്നത് ഞാൻ കേട്ടു നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഓ എന്താ ഓതുന്നത് കേട്ടത്? തബാറക സൂറത്ത് ഓതുന്നതാ കേട്ടത്. തിൽക്കൽ മുൻജിയതു തുൻജീഹി മിൻ അദാബിൽ ഖബരി, ഖബറിലെ അദാബിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്ന സൂറത്താണത്. ഖബറിൽ വെച്ച് അദ്ദേഹം അത് ഓതുകയാണ്. ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ഹദീസ് കിട്ടിയതിനു ശേഷം ദിവസേന തബാറക സൂറത്ത് രാത്രിയിൽ ഓതുന്ന മനുഷ്യര്, നമ്മളതാ ഇപ്പോൾ നമ്മൾ കിടക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ലൈറ്റ് ഇടാനുള്ള സ്വിച്ച് ഉണ്ടല്ലോ, നമ്മുടെ തലയിടിയുടെ അടുക്കൽ ടോർച്ചുണ്ടല്ലോ, നമ്മുടെ സമീപത്ത് ഭാര്യയും മക്കളുമൊക്കെ ഉണ്ടല്ലോ, നമുക്ക് പല സംവിധാനങ്ങളും ഉണ്ടല്ലോ. പക്ഷേ ഭാര്യയില്ലാതെ ഉറങ്ങുന്നൊരു ദിവസമില്ലേ, മക്കളില്ലാതെ ഉറങ്ങുന്നൊരു ദിവസമില്ലേ, വാച്ച്മാനില്ലാതെ കിടക്കുന്നൊരു ദിവസമില്ലേ, ടോർച്ചില്ലാതെ കിടക്കുന്ന ദിവസമില്ലേ, നമുക്ക് ഖബറിന്റെ ഉള്ളിൽ ഒരു കിടത്തമില്ലേ? ആ കിടക്കുന്ന സമയത്ത് സന്തോഷത്തോടെ കിടക്കാൻ രാത്രി സമയത്ത് സൂറത്തു തബാറക അത് എത്ര പെട്ടെന്ന് ഓതി തീർക്കാൻ കഴിയുന്നതാണ്. അതൊന്ന് ജീവിതത്തിൽ പതിവാക്കി വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സജദ സൂറത്തും തബാറക സൂറത്തും ഓതാതെ കിടന്നുറങ്ങാറില്ല. ഉറങ്ങുന്നതിന് മുമ്പ് ഒതുവെടുക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒതുവെടുത്തുകൊണ്ട് കിടന്നുറങ്ങാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ ഒതുവെടുക്കുന്ന സമയത്ത് സുന്നത്തുകളൊക്കെ എടുത്തുകൊണ്ടുള്ള ഒതു, അതാണ് ഏറ്റവും നല്ലത്. ആ സമയത്ത് ബ്രഷ് ചെയ്യണം. അത് പലതുകൊണ്ടും ഗുണകരമാണ്. നമ്മുടെ ചെറിയ കുട്ടികളെ കൊണ്ടും ബ്രഷ് ചെയ്യിപ്പിക്കണം. ഉറങ്ങുന്ന സമയത്ത് ബ്രഷ് ചെയ്ത് കിടന്നുറങ്ങുക, അത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അതോടുകൂടെ ഒരു ഒതുവും കൂടി എടുത്താൽ അത് വലിയ സ്ഥാനമുള്ളതായി പോയി. അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളതാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ നേതാവല്ല, സാധാരണ വ്യക്തിയല്ല. അവിടുത്തെ ഒരു വിഷയവും നമുക്ക് പഠിപ്പിക്കാതെ വിട്ടിട്ടില്ല. ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ
അവന്റെ ഭൗതികമായ വിഷയങ്ങളിലും ആത്മീയമായ വിഷയങ്ങളിലും ആവശ്യമായതെല്ലാം പഠിപ്പിച്ച നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫാരിഖൈനി മിൻ ഉർബിൻ വമിൻ ആജമി. സർവ സൃഷ്ടികൾക്കും നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും നമുക്ക് ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇദാ കാനത് ലഹുൽ ലൈലി ഔ അംസൈതും ഫകുഫൂ സിബിയാനകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സന്ധ്യാസമയത്ത് നിങ്ങളെ ചെറിയ കുട്ടികളെ, രാത്രിയിൽ സന്ധ്യാസമയമാകുമ്പോ നിങ്ങളെ ചെറിയ കുട്ടികളെ നിങ്ങൾ പുറത്തേക്ക് വിട്ടേക്കണ്ട. ഫൈന്ന ശൈത്താന യന്തശിറു ഹീനയിദിൻ. സന്ധ്യാസമയത്ത് ശൈത്താൻ പരക്കുന്നൊരു സമയമാണ്, ശൈത്താൻ ഇറങ്ങി പുറപ്പെടുന്നൊരു സമയമാണ്. ആ സമയത്ത് നിങ്ങളെ ചെറിയ കുട്ടികളെ നിങ്ങൾ പുറത്തേക്ക് വിട്ടേക്കണ്ട. ഇത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫൈദാ ദഹബ സഅത്തുൻ മിനൽ ലൈലി ഫഖല്ലൂഹും. അങ്ങനെ രാത്രി കുറഞ്ഞ സമയമങ്ങായി കഴിഞ്ഞാൽ, സന്ധ്യയുടെ മയക്കത്തിന്റെ സമയം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കുട്ടികളെ വിട്ടോളൂ. വഅഗ്ലിഖുൽ അബ്വാബ്. നിങ്ങൾ വാതിലടക്കാൻ മറന്നുപോകരുത്. നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് വാതിലടക്കാൻ മറന്നുപോകരുത്. വദ്കുറുസ്മല്ലാഹ്. വാതിലടക്കുന്ന സമയത്ത് നിങ്ങൾ ബിസ്മി ചൊല്ലിയിട്ട് വാതിലടക്കണം. ഫൈന്ന ശൈത്താന ലാ യഫ്തഹു ബാബൻ മുഗ്ലഖാ. അടക്കപ്പെട്ട വാതിൽ, ബിസ്മി ചൊല്ലിയിട്ട് അടക്കപ്പെട്ട വാതിൽ, അത് തുറക്കാൻ പിശാചിന് സാധ്യമല്ല. നമ്മൾ കിടന്നുറങ്ങുന്ന സ്ഥലത്ത് ശൈത്താനിന്റെ ശല്യമില്ലാതിരിക്കാൻ രാത്രി സമയത്ത് പലതും കണ്ട് പേടിക്കുന്നവരില്ലേ? രാത്രി സമയത്ത് അതാ ഉറക്കത്തിൽ പലതും കാണുന്നവരില്ലേ? ശൈത്താൻ ബുദ്ധിമുട്ടിക്കുന്നവരില്ലേ? ശൈത്താന്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്ന വീടുകളില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ബിസ്മി ചൊല്ലിയിട്ട് വാതിലടച്ചോളൂ. എന്നാൽ ശൈത്താൻ ആ വാതിൽ തുറക്കാൻ സാധ്യമല്ല. അമ്മമാരെ ശരിക്ക് ശ്രദ്ധിച്ചോ. നിങ്ങളെല്ലാ പാത്രങ്ങളും മൂടിവെക്കണം, കമിഴ്ത്തി വെക്കണം, അല്ലെങ്കിൽ മൂടിവെക്കണം. അങ്ങനെ മൂടിവെക്കുന്ന സമയത്ത് നിങ്ങൾ ബിസ്മി ചൊല്ലിക്കോളൂ. ഒന്നും നിങ്ങളുടെ നിങ്ങളുടെ പാത്രങ്ങൾ മൂടിവെക്കുന്ന സമയത്ത് നിങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പാത്രങ്ങൾ മൂടിവെക്കുന്ന സമയത്ത് ഒന്നും കിട്ടിയില്ലെങ്കിൽ അതാ വലൗ അൻ തഅരിദു അലൈഹി ശൈഅൻ. നിങ്ങൾ മദ്യത്തിൽ ഒരു വടിക്കഷ്ണമെങ്കിലും നിങ്ങൾ മദ്യത്തിൽ വെച്ചുകൊണ്ടൊന്ന് മൂടി വെച്ചേക്കണം പാത്രങ്ങൾ. ആ സമയത്ത് നിങ്ങൾ ബിസ്മി ഒന്ന് ചൊല്ലിക്കോളൂ. അങ്ങനെ ബിസ്മി ചൊല്ലിയിട്ട് പാത്രങ്ങൾ മൂടിവെക്കുക, പാത്രങ്ങൾ കമഴ്ത്തി വെക്കുക. വഅത്ഫിഊ മസാബീഹക്കും. നിങ്ങളുടെ വിളക്കുകൾ നിങ്ങൾ അണക്കണം കേട്ടോ. ഉറങ്ങുന്ന സമയത്ത് വിളക്കടക്കാതെ കിടന്നുറങ്ങരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം തിരിവിളക്ക് കത്തിക്കുന്ന കാലമാണ്. ആ തിരിവിളക്കുകൾ ഏതെങ്കിലും ഒരു തിരി എടുത്തുകൊണ്ടുപോയി എലികൾ കടിച്ചുകൊണ്ടുപോയി വീട്ടിന്റെ ഏതെങ്കിലും മൂലയിലിട്ടാലോ നിങ്ങൾ തന്നെ കത്തിക്കരിഞ്ഞു പോകാൻ അത് കാരണമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എലികളുടെ ശല്യത്തിൽ നിന്ന് പോലും സമുദായത്തിന് സംരക്ഷണം കിട്ടാൻ വേണ്ടി ഉപദേശം നൽകുകയാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, അത് അവിടുത്തെ റഹ്മത്താണ്. അവിടുത്തെ റഹ്മത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയാൻ സമയം പോരാ. ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ മാസത്തിൽ 2 ദിവസം പാറക്കടവിൽ മദ്ഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞ കൊല്ലം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ CD ഇൻഷാ അല്ലാഹ് ഈ റബീഉൽ അവ്വലിന് മുമ്പായിട്ട് ഇറങ്ങും. അപ്പോൾ നിങ്ങൾ അത് വാങ്ങി കേട്ടു നോക്കണം. ഈ കൊല്ലവും 2 ദിവസം ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പാറക്കടവിൽ വെച്ച് നമുക്ക് സംസാരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് പറയാം, റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്ത് അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ തിരിവിളക്ക്, ആ തിരിവിളക്ക് അണക്കാതെ വിളക്കണക്കാതെ കിടന്നുറങ്ങരുത്. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്, ഇദാ അതൈത മൽജാക ഫതവല്ല വുളുഅക ലിസ്സലാഹ്. നീ ഉറങ്ങാൻ പോകുന്ന സമയത്ത് നിസ്കരിക്കാൻ ഒതുവെടുക്കുന്നത് പോലെ നീ ഒതുവെടുക്കണം. ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിസ്കരിക്കാൻ വേണ്ടി ഒതുവെടുക്കുന്നത് പോലെ നീ ഒതുവെടുക്കണം. സഹോദരന്മാരെ, ഒരു പക്ഷേ ഈ ഉറക്കം
അങ്ങനെ തന്നെ അള്ളാഹുവിലേക്കുള്ള യാത്രയായിക്കൂടുന്നില്ല. തെളിയാതെ ഉറങ്ങിപ്പോയിട്ട് അങ്ങനെ തന്നെ മരിച്ചുപോയ എത്ര ആളുകളെ നമുക്കറിയാം. എനിക്ക് പരിചയമുള്ള എത്രയോ ആളുകൾ ഞാൻ ഓർക്കുന്നു. അല്ലാഹു തആല അവരുടെയൊക്കെ ഖബർ സന്തോഷത്തിലാകട്ടെ. സുബ്ഹാനല്ലാഹ്. വളരെ ചെറിയ പ്രായമുള്ള 26 27 വയസ്സ് സുമാറുള്ള എന്റെ സ്നേഹിതൻ കടവത്തൂരിലെ മെഹമൂദ്, അങ്ങനെയല്ലേ ദുബായിൽ വെച്ച് മരണപ്പെട്ടു പോയത്. കാഞ്ഞങ്ങാടുള്ള മറ്റൊരാളെ ഞാൻ ഓർമ്മിക്കുന്നു. കിടന്നുറങ്ങിയതല്ലേ എറണാകുളത്ത്, റൂമിൽ കിടന്നതല്ലേ മരണപ്പെട്ടുപോയി. അങ്ങനെ എത്രയെത്ര ചെറുപ്പക്കാര് മരിച്ചുപോയത് ഓർമ്മയുണ്ട്. ആർക്കുണ്ട് സഹോദര എന്റെ ഉറക്കിൽ നിന്ന് തെളിയുമെന്നുറപ്പ്? ഉറങ്ങാൻ കിടക്കുമ്പോ ഒരു ഒതു എടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. അതാ ഒരുങ്ങിയൊന്ന് കിടന്നോ. ഉറങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ തൈത മൽജക ഫതവല്ലു വുദൂഅക ലിസ്സലാഹ്. നിസ്കാരത്തിന് വേണ്ടി ഒതു എടുക്കുന്നത് പോലെ ഒതു എടുത്തുകൊണ്ട് നീ കിടന്നോ. നീ വലത്തോട്ട് ചെരിഞ്ഞു കിടന്നോ, ഖിബിലക്ക് തിരിഞ്ഞിട്ട്. അതാണ് ഏറ്റവും നല്ല കിടത്തം. എന്നിട്ട് നീ അവിടെ വെച്ച് ദിക്ർ ചൊല്ലിക്കോ. ഇത് പറയുമ്പോൾ ചിലർക്കൊരു സംശയമുണ്ടാകും, ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങുന്നവർ ഒതു എടുത്തിട്ട് കാര്യമുണ്ടോ? അവരും എടുക്കണം ഒതു. ഒതു എടുത്തിട്ട് കിടക്കണം. ഭാര്യയെ തൊടുമ്പോൾ ഒതു മുറിയുന്നു, അത് മുറിഞ്ഞോട്ടെ, എന്നാലും ഒതു എടുക്കണം. അതിന് ചില പവറുണ്ട്, ഇതിന് ചില മഹത്വങ്ങളുണ്ട്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ ഇപ്പൊ നമ്മുടെ ബേക്കറിയിൽ ചില സാധനങ്ങൾ, സുബ്ഹാനല്ലാഹ്, എത്ര ഭംഗിയിലാണ് അത് ഉണ്ടാക്കി വെച്ചത്. കണ്ടാൽ പൊട്ടിച്ച് തിന്നാൻ തോന്നൂല. സംഗതി അത് മുറിച്ച് തിന്നാനുള്ളതാണ്, മുറിച്ച് തിന്നാനുള്ളതാണ്. അതിഥികളായ ആളുകൾക്ക് നമ്മൾ ചില സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചു കൊടുക്കുന്നു. മാങ്ങ അത് അരിഞ്ഞു വെച്ച കോലം, അതുപോലെ തന്നെ അതാ വത്തക്ക മുറിച്ചു വെച്ചൊരു രൂപം, നല്ല പുഷ്പം മാതിരി വെച്ചിരിക്കുന്നു. വേറെ ചില ആളുകൾ അരിഞ്ഞു വെച്ചിരിക്കുന്നു നല്ല പപ്പായ. വേറെ ചിലര് കൈത ചക്ക നല്ല കോലത്തിൽ ഉണ്ടാക്കി വെച്ചതിന് ഇത് തിന്നാനുള്ളതാ. പക്ഷേ ഇതെന്തിനാണ് ഇങ്ങനെ വെച്ചത് ആരോ ചോദിച്ചോ? എന്തായാലും തിന്നാനുള്ളതല്ലേ, അതുകൊണ്ട് ഇങ്ങനെ വെക്കണ്ടെന്ന് പറഞ്ഞോ? ഇതുപോലെ നിങ്ങൾ നോക്കൂ, കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് വൃത്തിയോടെ ഭംഗിയിൽ വെക്കുക. അതൊരു മര്യാദയാണ്. അത് എടുത്ത് തിന്നുപോകുന്നതാണെന്ന് മനസ്സിലാക്കി അത് ചാച്ചി വെക്കാതിരിക്കില്ല. സഹോദരിമാരെ, നിങ്ങൾ നിങ്ങളെ വീട്ടിൽ വെച്ച് അതാ പത്തിരി മുറിച്ചിട്ട് അതാ കൊണ്ടക്കൊടുക്കുമ്പോ എന്തായാലും ബാറ്റിലെത്തുന്നതല്ലേ, കടിച്ചു തിന്നുന്നതല്ലേ എന്ന് മനസ്സിലാക്കി പ്ലേറ്റില് അതാ അട മുറിച്ച് വെക്കുമ്പോ അല്ലെങ്കിൽ പത്തിൽ മുറിച്ച് വെക്കുമ്പോ എത്ര ഭംഗിയിൽ വെച്ചിട്ടാ കൊണ്ടക്കൊടുക്കുന്നത്. അതുപോലെ ചോറിട്ട് കൊണ്ടക്കൊടുക്കുമ്പോ എത്ര നന്നായിട്ടാണ് ചോറിട്ട് കൊണ്ടക്കൊടുക്കുന്നത്. അതാ മുന്നിൽ കൊണ്ടുപോയി വെക്കുമ്പോ ഭംഗിയിൽ കൊണ്ടക്കൊടുക്കുക. പിന്നീട് അത് പൊട്ടിപ്പോകുന്നത് നമ്മൾ നോക്കേണ്ടതില്ല. ഇത് നിങ്ങൾ ഭൗതികമായ രംഗത്ത് കാണുന്നുവെങ്കിൽ ആത്മീയ രംഗത്തും അത് തന്നെയാണ്. നിങ്ങളെ ഒന്ന് മുറിഞ്ഞു പോകുമെന്നത് നിങ്ങൾ നോക്കേണ്ടതില്ല. നിങ്ങൾ ഭാര്യമാരുടെ കൂടെ കിടന്നുറങ്ങുകയാണെങ്കിലും തൊട്ടുപോകുമെന്നുറപ്പുണ്ടെങ്കിലും ഒതുവോടെ കിടന്നോളൂ. ഭാര്യയുമായി നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ ബിസ്മി ചൊല്ലിക്കോളൂ. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന വജന്നിബി ശൈത്താന മാ റസഖ്തനാ. ഭാര്യയുമായുള്ള ബന്ധത്തിന്റെ തുടക്കം കുറിക്കുന്നതിന് മുമ്പ് തന്നെ അതങ്ങ് ചൊല്ലിയേക്കുകയാണ് വേണ്ടത്. കാരണം നിങ്ങളെ ശരീരത്തിൽ നിന്ന് ഔറത്തിന്റെ ഭാഗങ്ങൾ വെളിവാക്കുമ്പോൾ മലക്കുകൾ അതാ മാറി നിൽക്കുന്ന സമയമാണ്. അതിനു മുമ്പ് തന്നെ നിങ്ങൾ ദിക്റങ്ങ് ചൊല്ലിക്കോളൂ. എന്നിട്ട് നിങ്ങൾ ഭാര്യയുമായി ബന്ധപ്പെടുന്നുവെങ്കിൽ ബന്ധപ്പെട്ടോളൂ. എന്നാലും വധുവോടുകൂടെയാണ് മനുഷ്യൻ കിടന്നുറങ്ങാൻ പോകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നീ കിടന്നുറങ്ങാൻ പോകുമ്പോൾ നിസ്കാരത്തിന് വേണ്ടി വധുവെടുക്കുന്നത് പോലെ വധുവെടുത്തോളൂ. ആ ഉറങ്ങുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. اللهم أسلمت وجهي إليك وفوضت أمري إليك وألجأت ظهري إليك رغبة ورهبة إليك لا ملجأ ولا منجا منك إلا إليك اللهم آمنت بكتابك الذي أنزلت وبنبيك الذي أرسلت فإن مت من ليلتك فأنت على الفطرة واجعلهن آخر ما تتكلم به. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബറാഅ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ഒളു എടുത്തുകൊണ്ട് കിടന്നുറങ്ങിക്കോ ബറാഅേ. ആ കിടക്കുന്ന സമയത്ത് വലതുഭാഗത്തേക്ക് തിരിഞ്ഞു കിടന്നോ. നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, ഈ ദിക്റങ്ങ് ചൊല്ലിക്കോ. അല്ലാഹുമ്മ ഇന്നി അസ്ലംതു വജ്ഹി ഇലൈക. അല്ലാഹുവേ, എന്റെ ശരീരം നിന്നിലേക്ക് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. വഫവ്വദ്തു അംരി ഇലൈക. എന്റെ കാര്യം നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. വഅൽജഅതു ളഹ്രി ഇലൈക റഹബത്തൻ വറഹബത്തൻ ഇലൈക. നിന്നെ പ്രതീക്ഷിച്ചുകൊണ്ടും നിന്നെ ഭയപ്പെട്ടുകൊണ്ടും ഞാൻ എന്റെ മുതുകിനെ നിന്നിലേക്ക് ഇതാ ചേർത്ത് വെച്ചിരിക്കുന്നു. ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക. ഒരു സ്ഥലത്തും അഭയം പ്രാപിക്കാനില്ല, ഒരു നിലക്കും രക്ഷപ്പെടാനില്ല നിന്നിലേക്കല്ലാതെ.
അഭയം പ്രാപിക്കാനില്ല, നിന്നിൽ നിന്നല്ലാതെ ഒരു കാര്യവും നേടാനുമില്ല. നീ ഇറക്കിയ കിതാബ് കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നീ നിയോഗിച്ച നബിയെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഇത് ചൊല്ലിയിട്ടുറങ്ങിക്കോ. അങ്ങനെ നീ വുദുവോടുകൂടെ ഈ ദിക്റും ചൊല്ലി കിടന്നിട്ട് നീ അന്നങ്ങ് മരിച്ചുപോയാൽ നീ പരിശുദ്ധ ഇസ്ലാമിന്റെ മേലായി, നീ ആ ശരിയായ ഫിത്രത്തുൽ ഇസ്ലാമിലായി നീ മരിച്ചു. പക്ഷേ ഉറക്കിന് മുമ്പ് ദിക്റുകളുണ്ട്, അവസാനം പറയേണ്ടതാണ്. അവസാനം ചൊല്ലേണ്ടതാണിത്. സഹോദരിമാരെ, ആയത്തുൽ കുർസി ഓതിക്കോളൂ ഉറങ്ങുന്നതിന് മുമ്പ്. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സൂറത്ത്, അത് മൂന്നും ഓതിയിട്ട് രണ്ട് കൈയും ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് അതിലൊന്ന് ഊതിക്കോളൂ 2-3 തവണ. 3 തവണ ഊതിയിട്ട് അത് കൈയുണ്ട് ശരീരമൊട്ടാകെ ഒന്ന് പുരട്ടിക്കോളൂ. വീണ്ടും അതേ സൂറത്ത് തന്നെ 3 പ്രാവശ്യം ഓതിക്കോളൂ. കൈയിലേക്ക് ഊതിക്കോളൂ, അത് പുരട്ടിക്കോളൂ. അങ്ങനെ 3 തവണ ചെയ്യൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗമായപ്പോ മാതി ഓതിയിട്ട് അങ്ങനെ തടകി കൊടുത്തിട്ടുണ്ടെന്നും ആ തടകുന്ന സമയത്ത് അവിടുത്തെ കൈകൊണ്ട് തന്നെ തടകിച്ചിട്ടുണ്ടെന്നും ഹദീസിൽ കാണാം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറയട്ടെ, അങ്ങനെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ധാരാളം ദിക്റുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂന സൂറത്ത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പ്രത്യേകം നല്ലതാണ്. അങ്ങനെ നമ്മളങ്ങ് കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ സൂറത്ത് കഹ്ഫിൽ നിന്ന് സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗം അതൊന്ന് ഓതിയാൽ അത് നല്ലതാണ്. ഓതുന്ന സമയത്ത് കൃത്യസമയത്ത് ഉറക്ക് തെളിയണമെന്ന നിയ്യത്തോടെ നിങ്ങൾ അതിന്റെ അവസാന ഭാഗം ഓതിയാൽ അത് വളരെ നല്ലതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമുക്ക് ഉറക്കം തരാൻ, അത് ഉറക്ക് തെളിയിക്കാൻ കാരണമാണെന്ന് അതാ പണ്ഡിതന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഉറങ്ങുന്നതിന് മുമ്പ് ദിക്റുകളൊക്കെ ചൊല്ലി അങ്ങനെ അല്ലാഹുവിലേക്ക് എല്ലാ സംഗതിയും ഏൽപ്പിച്ചുകൊണ്ടോതും ഉറങ്ങുക. സൂറത്തുൽ കഹ്ഫിൽ അഫഹസിബല്ലദീന കഫറു എന്ന ആയത്ത് മുതൽക്ക് അവസാനം വരെ അതൊരാൾ ശരിക്കും ഉറപ്പിച്ചിട്ട് ഞാൻ ഉദ്ദേശിച്ച സമയത്ത് ഉറക്ക് തെളിയണം എന്ന് ഉറപ്പിച്ച് ഓതിയിട്ട് ഒരാൾ കിടന്നാൽ, അത് ഓതിയിട്ട് കിടന്നാൽ ഉദ്ദേശിച്ച സമയത്ത് ഉറക്ക് തെളിയും. അങ്ങനെ ഒരു പവറുണ്ട് ആ ആയത്തുകൾക്ക് എന്ന് നിങ്ങൾക്ക് കാണാം. അത് അനുഭവത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഈമാനിന്റെ ഉറപ്പ് അത് ഏത് വിഷയത്തിനും ഫലം കിട്ടാൻ ഭക്തിയും ഉറപ്പും അനിവാര്യമാണ്. അനുഭവത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഉറക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും കിടന്ന് ഉറക്ക് വരണമെന്ന് വിചാരിച്ചിട്ട് ക്ഷണിച്ചു വരുത്തി ഉറങ്ങേണ്ട ആൾക്കാരല്ല നമ്മൾ. മറിച്ച് ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുക. ഉറക്ക് വരുമ്പോൾ ഉറങ്ങട്ടെ. ലാ തജ്ലിബന്നു മൻ വലാ തകുനൈമ ഇല്ലാ അലാ ദിക്രിൻ വതുഹ്രിൻ കാമിലാ. എങ്ങനെയെങ്കിലും ഉറക്ക് വലിച്ചു കൊണ്ടുവരേണ്ട സാധനമല്ല. കാരണം ഉറക്ക് എന്ന് പറഞ്ഞാൽ അഹുൽ മൗത്താണെന്ന് പറഞ്ഞില്ലേ, മരണത്തിന്റെ ഒരു കൂട്ടാളിയാണ്. എത്ര കൂടുതൽ ഉറങ്ങുന്നുണ്ടോ അത്രയും മനുഷ്യന്റെ ജീവിതം കുറഞ്ഞുപോയി. ജീവിതം കുറയും. കാരണം ഉറക്ക് മരണമാണ് കഴിച്ച് ബാക്കിയുള്ളത് ജീവിതം ഉണ്ടാവുള്ളൂ. അപ്പൊ ഉറക്ക് കൂടുതലുള്ളവന് ആയുസ് വളരെ കുറവാണ്. കാരണം അവന് ജീവിതം വളരെ കുറച്ചേ കിട്ടുള്ളൂ. കാരണം തീർത്ത് ഉറങ്ങിയൊക്കെ നശിച്ചു പോകാൻ. ചില ആളുകളുണ്ട് സുബ്ഹാൻ അത് എപ്പോ നോക്കിയാലും ഉറങ്ങാൻ. ആ ഒരു സ്വഭാവം പാടില്ല. ഉറക്ക് ചുരുക്കിയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. ഉറക്ക് ചുരുക്കിയാണ് മനുഷ്യൻ പഠിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. ഞാൻ അതിനെ സംബന്ധിച്ച് വിശദമായി ഒരു സീഡിയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് കക്കാടിന്റെ ത്വരീഖത്തും മഅദനിയുടെ ബൈഅത്തും എന്ന പേരിൽ ഒരു 5 സീഡി ഇറക്കിയിട്ടുണ്ട്. അതിൽ ഞാനത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഉറങ്ങുകയല്ല ത്വരീഖത്തിന്റെ ആളുകളുടെ സ്വഭാവം, മറിച്ച് ഉറക്കമൊഴിച്ച് തസ്ബീഹും ദിക്റും നിസ്കാരവും ഒക്കെ നിർവഹിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിശാചിനെ നിങ്ങളെ കിടത്തി ഉറക്കാൻ ചില താരാട്ടുകളുണ്ട്. അവിടുന്ന് അത് പഠിപ്പിക്കുകയാണ്. യഖുദു ശൈത്താനു അലാ ഖാഫിയത്തി റസി അഹദികും ഇദാ ഹുവ നാമ സലാസ ഉഖദിൻ. 3 കെട്ടുകൾ പിശാച് നിങ്ങളുടെ മൂർധാവിൽ കെട്ടിയിടും. ഓരോ കെട്ടിലും അലൈക ലൈലുൻ തവീൽ. ഇനിയും കുറേണ്ട് നേരം വെൽക്കാരും ഇങ്ങനെ ശൈത്താൻ തോൽപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള 3 കെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഉറക്ക് തെളിഞ്ഞ് അങ്ങനെ ധാരാളം സമയം ഇനിയുണ്ട്, എണീക്കാനായിട്ടില്ല ശൈത്താൻ ഇങ്ങനെ പറയും. ഉറക്ക് തെളിയാൻ വേണ്ടി മനുഷ്യനെ ശൈത്താൻ വിടൂല. ശൈത്താൻ ഇങ്ങനെ ആയില്ല, ഇനിയും കുറച്ചും കൂടി
നല്ല അലാരം വെച്ച് കിടന്നാൽ തന്നെ മെല്ലെ കൈകൊണ്ടത് ഓഫാക്കും. എന്നിട്ട് സുബഹിന്റെ സമയത്ത് തന്നെ മറ്റൊരാൾ വിളിച്ചാൽ ഞാൻ ഇപ്പൊ എണീക്കാന്ന് പറഞ്ഞ് പിന്നെ അവിടെ കിടക്കും. ശൈത്താൻ ആധിപത്യം സൃഷ്ടിച്ചവന്റെ സ്വഭാവമാണ്. ആ സ്വഭാവം മാറ്റാനേ ചെറുപ്പക്കാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫൈൻ ഇസ്തൈഖള, ഒരാൾ ഉറക്കം തെളിഞ്ഞാൽ ഫദക്കറല്ലാഹ തആല, എന്നിട്ടവൻ ദിക്ർ ചൊല്ലിയാൽ ഇൻഹല്ലത്ത് ഉഖദ, പിശാച് കെട്ടിയ ഒരു കെട്ടഴിഞ്ഞുപോയി. ഫൈൻ തവല്ലഅ, അവനൊരു വുദു കൂടിയെടുത്താൽ ഇൻഹല്ലത്ത് ഉഖദ, മറ്റൊരു കെട്ടും കൂടി അഴിഞ്ഞുപോയി. ഫൈൻ സല്ല, അങ്ങനെ ഉറക്കമൊഴിഞ്ഞൊന്ന് നിസ്കരിച്ചാൽ, ഉറക്ക് തെളിഞ്ഞ് വുദു എടുത്ത് നിസ്കരിച്ചാൽ ഇൻഹല്ലത്ത് ഉഖദ, അടുത്ത കെട്ടും കൂടി അഴിഞ്ഞുപോയി. ഫാസ്ബഹ നസീതൻ ത്വയ്യിബൻ നഫ്സി ത്വയ്യിബൻ നഫ്സി, അതേ പിന്നെ നേരം വെളുത്താലോ രാത്രി സമയത്ത് എഴുന്നേറ്റ് നിസ്കരിച്ചവനാണെങ്കിൽ അവന് മനസ്സിന് വലിയ സമാധാനമാണ്, അവന് പ്രത്യേകം ഉന്മേഷമാണ്. കാരണം ശൈത്താൻ അവനെ തളർത്തിക്കളയുന്ന, ശൈത്താൻ ആധിപത്യം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങൾ ശൈത്താനിന് നടക്കുന്നില്ല. വലിയ സമാധാനവും സന്തോഷവും രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവന് കിട്ടും. അതില്ലാത്തവനാണെങ്കിലോ അവന്റെ ശരീരത്തിനും മനസ്സിനും വലിയ മുഷിപ്പാണ്. അതേ, അവന് സമാധാനം കുറവാണ്, മടിയനാവുകയാണ്. അതുകൊണ്ട് തന്നെ രാത്രി സമയത്ത് നിസ്കരിക്കാൻ ശ്രമിക്കണം. അതേറ്റവും വലിയ കാര്യമാണ്. സുബ്ഹാനല്ലാഹ്, അതല്ലേ സഹോദരന്മാരെ പരിശുദ്ധ ഖുർആൻ പ്രത്യേകം പറഞ്ഞത്, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബഅസക റബ്ബുക മഖാമൻ മഹ്മൂദാ. അല്ലാഹു ജല്ല ജലാലുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെയും പറയുന്നു, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക, നബിയേ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക. നബി തങ്ങൾക്കത് നിർബന്ധം തന്നെയായിരുന്നു. അതേ, വലിയ സ്ഥാനം അല്ലാഹു നൽകുമെന്നാ പറയുന്നത്. അല്ലാഹുവിന്റെ സജ്ജനങ്ങളുടെ പതിവ് സൂറത്തു സജദയിലും അല്ലാഹു പറഞ്ഞില്ലേ, തതജാഫാ ജുനൂബുഹും മിനൽ മവാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. മറ്റുള്ളവരൊക്കെ കിടന്നുറങ്ങുന്ന സമയം, അശ്രദ്ധയിലാകുന്ന സമയം, അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ജനങ്ങൾ അവർ രാജാവിനോട് സംഭാഷണം നടത്താൻ എല്ലാവരും അടങ്ങിക്കൂടുന്ന സമയം കണ്ടെത്തുകയാണ്. അവരെഴുന്നേൽക്കുകയാണ്. യദൂന റബ്ബഹും ഖൗഫൻ വതമആ, അല്ലാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചു, അല്ലാഹുവിനെ ഭയപ്പെട്ടും കൊണ്ടവരതാ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു, റബ്ബിനോട് പ്രാർത്ഥന നടത്തുന്നു. വമിമ്മാ റസഖ്നാഹും യൂഫിഖൂൻ, അതാ നമ്മൾ കൊടുത്തതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നു. അല്ലാഹു പറയുന്നു, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറതി അയുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഓ ഉമ്മമാരെ, ചെറുപ്പക്കാരെ, കാരണവന്മാരെ, രാജാവിനെ സ്നേഹിക്കുക, രാജാവുമായി സംഭാഷണത്തിനൊരുങ്ങുക. അതാ മറ്റുള്ളവരൊക്കെ കിടന്നുറങ്ങുന്ന സമയമാകട്ടെ, അപ്പോൾ നമുക്ക് നമ്മുടെ രാജാവിനെ സ്നേഹിച്ചൊരു സംഭാഷണം. അതാണ് തഹജ്ജുദ് നിസ്കാരം കേട്ടോ, അതാണ് ഖിയാമുൽ ലൈൽ കേട്ടോ, പാതിരാ സമയത്ത് ഉറക്കിൽ നിന്ന് തെളിഞ്ഞുകൊണ്ടൊരു നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി പകുതിയായാൽ എഴുന്നേൽക്കും, ബ്രഷ് ചെയ്യും, ഒതുവെടുക്കും, ഖുർആനിൽ നിന്ന് ഓതും, അല്ലാഹുവിനോട് പ്രകാശം ചോദിക്കും, നീണ്ട പ്രാർത്ഥന നടത്തും, നീണ്ട ദിക്ർ ചൊല്ലും, പിന്നെ നീണ്ട നിസ്കാരമാണ്, അല്ലാഹുവിനോടുള്ള സംഭാഷണമാണ്. സുബ്ഹാനല്ലാഹ്, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂമു മിനൽ ലൈൽ ഹത്താ തഫത്തറ ഖദമാ. നീണ്ട നിസ്കാരം നിർവഹിച്ച് ലോകത്തിന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിന് നീര് കെട്ടി വീർത്തുപോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, ലിമ തസ്നഉ ഹാദാ യാ റസൂലല്ലാഹ്, എന്തിനാണ് നബി ഇത്രത്തോളം ബുദ്ധിമുട്ടുന്നത്? അവിടുത്തേക്ക് പാപങ്ങളില്ലല്ലോ, തെറ്റുകളില്ലല്ലോ. അവിടുത്തെ മറുപടി, അഫലാ അകൂലു അബ്ദൻ ശകൂറാ, ഞാൻ നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷ. ظلمت سنة من أحيا الظلام إلى أن استكت قدما خلق من ورمين. ഏതേറ്റത് മദീനത്തിലേക്ക് സ്വലാത്തിലേക്ക് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി
كلهم. സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കൽ മാത്രമല്ലല്ലോ, പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പതിവിൽപ്പെട്ടതാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിളിക്കും, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിപ്പിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവാണ്. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. ഒരു ഭാര്യ ഭർത്താക്കന്മാർക്ക് അഭിനന്ദനം അറിയിക്കുകയാണ്. ഏത് ഭാര്യയും ഭർത്താവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം അഭിനന്ദനം പറയുന്ന ഭാര്യയും ഭർത്താവും ഏതാണ്? ഹദീസിൽ നിങ്ങൾക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റഹിമല്ലാഹു റജുലൻ, ഒരാൾക്ക് അല്ലാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ, ഖാമ മിനൽ ലൈലി ഫസല്ല, രാത്രി സമയത്ത് എഴുന്നേറ്റ് അദ്ദേഹം തഹജ്ജുദ് നിസ്കരിക്കുന്നു. വഅയ്ഖള ഇംറാഅതഹു ഫസല്ലത്, ആ ഭാര്യ അദ്ദേഹത്തിന്റെ ഭാര്യയെയും അദ്ദേഹം വിളിച്ചുണർത്തുന്നു. നിന്റെ ഭാര്യയും അതാ തഹജ്ജുദ് നിസ്കരിക്കുന്നു. ഫഇൻ അബത്, ആ ഭാര്യ എഴുന്നേക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ നളഹ ഫീ വജ്ഹിൽ മായി, സ്നേഹത്തോടെ എന്റെ കൂടെ സ്വർഗത്തിൽ ഒന്നായി സല്ലപിക്കേണ്ട ഭാര്യയാണ്, എന്റെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാകേണ്ട കൂട്ടുകാരിയാണ്. ഞാൻ എന്റെ രാജാവുമായി സ്വർഗത്തിലെത്താൻ വേണ്ടി ഞാൻ സംഭാഷണം നടത്തുമ്പോ എന്റെ ഭാര്യയെയും എനിക്കതിന് കിട്ടണമല്ലോ, എനിക്ക് സ്വർഗത്തിൽ കിട്ടണമല്ലോ. അത് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവ്, തഖ്വയുള്ള ഭർത്താക്കന്മാർ, അവരെ പതിവ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അവര് ചെയ്യുന്നത് എന്താണ്? ഫൈൻ അബത്, അതാ എഴുന്നേൽക്കാൻ അവൾ കൂട്ടാക്കുന്നില്ലെങ്കിൽ നളഹ ഫീ വജ്ഹിൽ മാ, അവളുടെ മുഖത്ത് അതാ അവൻ വെള്ളം കൊടയുന്നു, സ്നേഹത്തോടെ വെള്ളം കൊടയുന്നു. എന്റെ ഭാര്യ എഴുന്നേൽക്കാൻ വേണ്ടി വെള്ളം കൊടയുന്നു. എന്നിട്ടോ അവളും അതാ എഴുന്നേറ്റ് നിസ്കരിക്കുന്നു. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്വയുള്ള പെൺകുട്ടികളെ ലക്ഷണം പറയുന്നു. തഖ്വയുള്ള പെൺകുട്ടികൾക്ക് അല്ലാഹുവിന്റെ റസൂല് ആശംസ പറയുന്നു, അഭിനന്ദനം പറയുന്നു. പെൺകുട്ടികളെ, റഹിമല്ലാഹു ഇംറഅ, ഒരു പെണ്ണിനല്ല റഹ്മത്ത് ചെയ്യട്ടെ, ഖാമത്ത് മിനൽ ലൈലി, രാത്രിയിൽ അവൾ എഴുന്നേറ്റ് നിസ്കരിച്ചു. ഫസല്ലത്, അവൾ നിസ്കരിച്ചു. വഅയ്ഖളത് സൗജഹ, അവളുടെ ഭർത്താവിനെ അവൾ എഴുന്നേൽപ്പിച്ചു. ഫസല്ല, അങ്ങനെ നല്ല ഭാര്യയുടെ കാരണത്താൽ ആ ചെറുപ്പക്കാരനും ആ ഭർത്താവും നിസ്കരിച്ചു പോയി. ഫൈൻ അബാ, ഇനി ആ ഭർത്താവ് എഴുന്നേൽക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ നളഹത് ഫീ വജ്ഹിൽ മാ, ഭർത്താവിന്റെ മുഖത്തവൾ വെള്ളം കൊടഞ്ഞു. സന്തോഷത്തോടെ സ്നേഹത്തോടെ വെള്ളം കൊടഞ്ഞു. ഭർത്താവിനെ എഴുന്നേൽപ്പിച്ചു. ഭർത്താവേ, മുത്തഖീകൾക്ക് അല്ലാഹു തയ്യാർ ചെയ്ത സ്വർഗമില്ലേ? എന്നും നമുക്ക് ജീവിക്കേണ്ട ഒരു സ്ഥലമില്ലേ? ഒന്നായി കൂട്ടായി ജീവിക്കേണ്ട സ്ഥലമില്ലേ? ആ സ്ഥലത്തേക്ക് വേണ്ടി രാജാവുമായുള്ള സംഭാഷണത്തിന് വരൂ. ഖുർആൻ പറഞ്ഞത് കണ്ടില്ലേ? ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വഉയൂൻ, ശരിയായ മുത്തഖീകൾ സ്വർഗങ്ങളിലാണ്, തോട്ടങ്ങളിലാണ്. അവിടെ അതാ നല്ല അരുവികൾ ഇങ്ങനെ ഒഴുകുകയാണ്, നല്ല പുഴകൾ ഇങ്ങനെ ഒഴുകുകയാണ്. ആഖദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബല ദാലിക മുഹ്സിനീൻ, അവർക്ക് അവരെ റബ്ബ് കൊടുത്തതിൽ വലിയ സന്തോഷത്തിലാണ് സ്വർഗത്തിൽ മുത്തഖീങ്ങൾ. അതേ, അവരതിന് മുമ്പുള്ള അവരുടെ ദുനിയാവിലെ ജീവിതത്തിൽ അവർ അല്ലാഹുവിന്റെ പൊരുത്തം കരുതി ജീവിച്ചവരായിരുന്നു, അല്ലാഹുവിന്റെ പൊരുത്തം കരുതി പ്രവർത്തിച്ചവരായിരുന്നു. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, അവർ കുറഞ്ഞ സമയമേ രാത്രിയിൽ ഉറങ്ങിയിട്ടുള്ളൂ. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, പാതിരാ സമയങ്ങളിൽ ആളുകൾ സന്തോഷത്തോടെ കിടന്നുറങ്ങുമ്പോ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അവര് പാതിരാ സമയങ്ങളിൽ എഴുന്നേറ്റ് പടച്ച റബ്ബിനോട് പൊറുക്കല്ല ചോദിച്ചവരായിരുന്നു. അവർ അല്ലാഹുവിനെ നിസ്കരിച്ചവരായിരുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടുന്ന സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ സംബന്ധിച്ച് അതല്ലേ പാടിയത്? യബിതു യുജാഫി ജംബഹു അൻ ഫിറാശിഹി ഇദസ്തസ്ഖലത് ബിൽ മുശ്രികീനൽ മവാജിഉ,
അവിശ്വാസികൾ ഇങ്ങനെ കിടന്നിട്ട് ആ കിടന്ന സ്ഥലത്ത് അവരുടെ ശരീരത്തിന്റെ വെയിറ്റ് ഇങ്ങനെ തൂങ്ങുമ്പോ ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങളുടെ പ്രിയപ്പെട്ട യജമാനൻ, ഏറ്റവും പ്രിയപ്പെട്ട യജമാനൻ, ഏറ്റവും ആദരിക്കുന്ന യജമാനൻ, ആ യജമാനനുമായുള്ള സംഭാഷണത്തിന് വേണ്ടി അതാ വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് നീണ്ട നിസ്കാരമായിരുന്നു. അവിടുത്തെ നിസ്കാരം പോലെ നമുക്ക് സാധ്യമല്ല സഹോദര. 4 റക്അത്ത് നിസ്കാരത്തിൽ ഒരു റക്അത്തിൽ അൽ ബഖറ സൂറത്ത് ഓതുകയാണ്, മറ്റൊരു റക്അത്തിൽ ആലു ഇംറാൻ സൂറത്ത് ഓതുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നിസ്കരിച്ച 4 റക്അത്തുകൾ ഓരോ റുകൂഇലും സുജൂദിലും 100 വീതം തസ്ബീഹ്, അതിനേക്കാൾ കൂടുതൽ തസ്ബീഹ്. അതൊരു വല്ലാത്ത നിസ്കാരം തന്നെ. അവിടുത്തെ കാലിന് നീര് കെട്ടി വീർക്കുകയാണ്. അതുപോലെ എനിക്കും നിങ്ങൾക്കും സാധ്യമല്ലെങ്കിലും ഒരു 2 റക്അത്തെങ്കിലും സുബ്ഹിന്റെ സമയത്തിന് മുമ്പ് എഴുന്നേറ്റ് ഭാര്യയും ഭർത്താവും നിസ്കരിക്കുന്ന വീട് അതെന്തൊരു ബറക്കത്തുള്ള വീടാണ്. ആ റൂം എന്ത് ബറക്കത്തുള്ള റൂമാണ്. അത് രാജാവുമായി ആരും അതാ എഴുന്നേൽക്കാത്ത സമയത്ത് ഈ അതാ പ്രിയപ്പെട്ട രാജാവിനോട് സംഭാഷണം നടത്തുന്ന റൂം, പ്രിയപ്പെട്ട രാജാവിനോട് സംഭാഷണം നടത്തുന്ന ജനം, അത് വലിയ അനുഗ്രഹീതരല്ലേ സഹോദരന്മാരെ. അവരുടെ ദുആക്ക് ഇജാബത്തല്ലേ. ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആൻ. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു പറയുന്നതാണ് രാത്രി സമയത്ത് സുജൂദിലും ഖിയാമിലുമായി സമയം ചെലവഴിക്കുന്ന മഹാന്മാരാണവർ. സഹോദരന്മാരെ, തരീഖത്ത് സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. തഹജ്ജുദ് നിസ്കരിക്കാതെ എന്ത് തരീഖത്താണ്, ഖിയാമുൽ ലൈലില്ലാതെ എന്ത് തഹജ്ജുദ് തരീഖത്താണ്, നിസ്കാരത്തിന്റെ ജമാഅത്തിന് പങ്കെടുക്കാതെ എന്ത് തരീഖത്താണ്. ബഹുമാനപ്പെട്ട സുലൈമാൻ റളിയല്ലാഹു അൻഹു ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബീക്ക് കണ്ടില്ല. ഉടനെ തന്നെ ബഹുമാനപ്പെട്ടവർ നോട്ട് ചെയ്തു വെച്ചു. പോകുന്ന സമയത്ത് സുലൈമാനിന്റെ ഉമ്മയെ കണ്ടു. എന്തേ ഇന്ന് സുബഹിക്ക് കാണാതിരുന്നത് മകനെ എന്ന് ചോദിച്ചു. മകൻ ഇന്നലെ രാത്രി വളരെ നീണ്ട നിസ്കാരം നിർവഹിച്ചുറങ്ങിപ്പോയി എന്ന് മറുപടി പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, സുബഹിന്റെ ജമാഅത്തിന് വരുന്നത് നീണ്ട നിസ്കാരം നിർവഹിച്ചുറക്കമൊഴിക്കുന്നതിനേക്കാൾ പുണ്യമാണ് കേട്ടോ. സുബഹിന്റെ ജമാഅത്തിന് പങ്കെടുക്കാതെ തരീഖത്ത് സ്വീകരിച്ചു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ്? ഇശാഇന്റെ ജമാഅത്തിന് പങ്കെടുക്കാതെ തരീഖത്ത് സ്വീകരിച്ചു എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ്? രാത്രി സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കാതെ ഞാൻ തരീഖത്തുകാരനാണെന്ന് പറയുന്നതിന് എന്തർത്ഥമാണ്? ഓ സഹോദരാ, റബ്ബിലേക്കുള്ള വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാണിച്ചു തന്ന വഴിയല്ലേ? സ്വഹാബത്ത് കാണിച്ചു തന്ന വഴിയല്ലേ? സാലിഹീകൾ കാണിച്ചു തന്ന വഴിയല്ലേ? സർവ്വ തരീഖത്തിന്റെ മശായിഖന്മാരും സയ്യിദുൽ ഖൗം എന്ന് വിളിക്കുന്ന മഹാനാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. വമാലികും വസൈറുൽ ലൈമാ കദാ അബുൽ ഖാസിം ഹുദാത്തുൽ ഉമ്മ. ഇബ്രാഹിമുൽ ഖാരി റളിയല്ലാഹു അൻഹു ഇമാമികളെ എണ്ണിയ കൂട്ടത്തിൽ പ്രത്യേക വണ്ടിയിലെ അബുൽ ഖാസിം ജുനൈദി റളിയല്ലാഹു അൻഹു. ആ ജുനൈദ് റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷം ബഹുമാനപ്പെട്ടവരെ സ്വപ്നത്തിൽ കണ്ടു. ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, നിങ്ങളെ അല്ലാഹു തആല എന്ത് ചെയ്തു? എത്രയോ സൂഫിയാക്കളും ആരിഫീകളും അവിടുത്തെ ശിഷ്യന്മാരിലും സദാ ശിഷ്യ പരമ്പരയിലുമുള്ളവരാണ്. ബഹുമാനപ്പെട്ടവർ ആ സമയത്ത് പറഞ്ഞ മറുപടി എന്താണ്? മാ ഫഅലല്ലാഹു ബിക, അല്ലാഹു നിങ്ങളെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ മറുപടി, ത്വാഹത്ത് തിൽകൽ ഇശാറാത്ത് വഗാബത്ത് തിൽകൽ ഇബാറാത്ത് വഫനിയത്ത് തിൽകൽ ഉലൂം വനഫദത്ത് തിൽകൽ റുസൂൽ. ഞാൻ എത്രയോ മുരീദന്മാർക്ക് ക്ലാസ് എടുക്കുന്നവനാണ്, ഞാൻ എത്രയോ ശിഷ്യന്മാരെ വാർത്തെടുത്തവനാണ്, ഞാൻ എത്രയോ ക്ലാസ് എടുത്തവനും പ്രസംഗിച്ചവനുമാണ്. പക്ഷേ എന്റെ ആ വാചകങ്ങളൊന്നും കാണുന്നില്ല, എന്റെ ക്ലാസുകളൊന്നും ഞാൻ കാണുന്നില്ല. അല്ലാഹുവിന്റെ അടുക്കലെത്തിയപ്പോ വമാ നഫഅനാ ഇല്ലാ റുഖൈഅത്തുൻ കുന്നാ നർകഉഹാ ഇൻദ സഹരി. എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ കുറഞ്ഞ റകഅത്തുകൾ എന്റെ
യജമാനന്റെ മുമ്പിൽ തഹജ്ജുദ് നിസ്കരിച്ചിരുന്നു. ആ നിസ്കാരമല്ലാതെ എനിക്ക് ഫലം ചെയ്തില്ല മക്കളെ. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുകളിൽ എടുത്തുദ്ധരിച്ചത് കാണാം. ഇതുകൊണ്ട് തന്നെയാണ് സഹോദരന്മാരെ മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനോട് ഞാനൊരു ചെറിയ സംഭവം കൂടി പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തുന്നു. എന്റെ സഹോദരന്മാരെ എഴുന്നേറ്റ് നിൽക്കണം, നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് പിരിയണം. മഹാനായ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സദാ മനുഷ്യന്റെ ആത്മീയ പുരോഗതിക്ക് വേണ്ടി നൽകിയ വലിയ മഹാനാണ്. ബഹുമാനപ്പെട്ടവര് പ്രത്യേകം പറഞ്ഞു, അയ്യുഹൽ വലദ്, ഓ കുട്ടി. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനോട് ഉപദേശം തേടിയിട്ട് തന്റെ ശിഷ്യന്മാരിൽ ഒരു ശിഷ്യൻ കത്തയച്ചതായിരുന്നു. ആ കത്തിന് മറുപടിയായി ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഒരു ചെറിയ റിസാല എഴുതി. ആ റിസാലയുടെ പേരാണ് അയ്യുഹൽ വലദ്. അതിന്റെ അർത്ഥം ഓ കുട്ടി എന്നാണ്. ഓ കുട്ടി എന്ന പേരിൽ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു എഴുതിയ ആ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവര് പറഞ്ഞ പോലെ അയ്യുഹൽ വലദ്, ഓ കുട്ടി. لو كان العلم المجرد كافيا لك ولا تحتاج إلى عمل سواه. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ ശ്രദ്ധിക്കണം, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കണം. ഈ പാവപ്പെട്ട എനിക്കും നിങ്ങൾക്കും അല്ലാഹു തആല സുബ്ഹിന് മുമ്പ് എഴുന്നേറ്റ് 2 റക്അത്തെങ്കിലും പതിവാക്കി നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. അതൊരു വലിയ സമ്പത്താണ് കേട്ടോ. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ശിഷ്യനെ വിളിച്ചു പറയുന്നു, അയ്യുഹൽ വലദ്, കുട്ടി, കുറെ ഇൽമുള്ളത് കൊണ്ടങ്ങ് രക്ഷപ്പെടുമെന്ന് നീ ചിന്തിക്കല്ല, അമലില്ലാതെ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ പാതിരാ സമയത്ത് അല്ലാഹുവിങ്കൽ പ്രത്യേകം മലക്കുകൾ ഇറങ്ങിയിട്ട് ഹൽ മിൻ സായിൽ, ഹൽ മിൻ മുസ്തഗ്ഫിർ, ഹൽ മിൻ തായിബ്. അല്ലാഹ് മലക്കുകളെ നിശ്ചയിച്ചിട്ടില്ലേ പാതിരാ സമയത്ത് എഴുന്നേറ്റിട്ട് ആരാണ് എന്നോട് ചോദിക്കുന്നവരെന്ന് ചോദിക്കാൻ, ആരാണ് എന്നോട് മാപ്പ് ചോദിക്കുന്നവരെന്ന് ചോദിക്കാൻ, ആരാണ് തൗബ ചെയ്യുന്നവരെന്ന് ചോദിക്കാൻ അല്ലാഹ് മലക്കുകളെ നിശ്ചയിച്ചിട്ടില്ലേ? അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ വിളിച്ചു ചോദിക്കുന്നില്ലേ? അപ്പൊ അല്ലാഹു തആല ലായിയം ബിലാ ഫായിദത്തിൽ, ഒരു ഫലവുമില്ലാതെ വെറുതെ അങ്ങനെ വിളിച്ചു പറയൽ വെച്ചതാണോ? പോലെ പാതിരാ സമയം, ആ സമയത്ത് എഴുന്നേറ്റ് നീ റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കുക, ആ സമയത്ത് എഴുന്നേറ്റ് നീ നിസ്കരിക്കുക. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞില്ലേ, നിഅമർ റജുലു, നല്ല മോനാണ്, നല്ല ചെറുപ്പക്കാരനാണ്, നല്ല ആൺകുട്ടിയാണ് ഹുവ അബ്ദുല്ലാഹി ഇബ്നു ഉമർ. പക്ഷേ ലൗ കാന യുസല്ലി ബില്ലൈൽ, രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നുവെങ്കിൽ. അതങ്ങറിഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് രാത്രിയുള്ള നിസ്കാരം നീണ്ട സമയം പതിവാക്കിയില്ലേ. ഇത് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, യാ ഫുലാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൽ നിന്നൊരാളെ വിളിച്ചു പറഞ്ഞു, ലാ തുക്സിരിൻ നൗമ ബില്ലൈൽ, രാത്രി നീ കൂടുതൽ ഉറങ്ങല്ലടോ. ഫഇന്ന കസറത്തൻ നൗമി ബില്ലൈലി യദഉ സാഹിബഹു ഫഖീറൻ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ മുന്നിലെത്തുമ്പോ അധികം ഉറങ്ങുന്നവൻ അവിടെ ഫഖീറാണ് കേട്ടോ, സമ്പാദ്യമില്ലാത്തവനാണ് കേട്ടോ. അതുകൊണ്ട് ഉറക്കമൊഴിച്ചൊരൽപ്പമെങ്കിലും നിസ്കരിക്കാൻ ശ്രമിക്കുക. പിന്നെയും ഇമാം ഗസ്സാലി തങ്ങൾ പറഞ്ഞു, അയ്യുഹൽ വലദ്, ഓ കുട്ടി, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്തൻ ലക എന്ന് അല്ലാഹ് പറഞ്ഞില്ലേ? വബിൽ അസ്ഹാരി യുസ്തഗ്ഫിറൂന എന്ന് അല്ലാഹ് പറഞ്ഞില്ലേ? വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ എന്ന് അല്ലാഹ് പറഞ്ഞില്ലേ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് ഉദ്ധരിച്ച് പറയുന്ന, അല്ലാഹ് ഏറ്റവും ഇഷ്ടമുള്ള ശബ്ദം സൗത്തുദ്ദീഖി, പൂവങ്കോഴിയുടെ ശബ്ദമാണ്. അല്ലാഹ്ക്ക് ഇഷ്ടമുള്ള ഒരു ശബ്ദമാണ്. പാതിരക്ക് എഴുന്നേറ്റ് അതാ ദിക്ർ ചൊല്ലുന്നൊരു ജീവിയാണത് പൂവൻകോഴി. ആ പൂവൻകോഴിയുടെ എങ്കിലും ഒരു നന്ദി നമുക്ക് വേണ്ടേ? വസൗത്തുല്ലദീ യഖറഉൽ ഖുർആൻ, ഖുർആൻ ഓതുന്ന ശബ്ദം അല്ലാഹ്ക്ക് തൃപ്തിയുള്ള സൗണ്ടാണ്. വസൗത്തുൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, പാതിരക്ക് റബ്ബിനോട് മാപ്പ് ചോദിക്കുന്നവരുടെ സൗണ്ട് റബ്ബിന് ഇഷ്ടപ്പെട്ട സൗണ്ടാണ്. അതിങ്ങനെ വിവരിച്ചിട്ട് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, അയ്യുഹൽ വലദ്, ഓ
കുട്ടി, നീ എന്നോട് ഉപദേശം തേടിയില്ലേ? ഞാൻ പറയാൻ ലുഖ്മാനുൽ ഹക്കീം തങ്ങളുടെ ഉപദേശം, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, ഒരിക്കലായക്കൂനന്ന ദീക്ക് അക്കിയസമിങ്ക, പൂവൻ കോഴി നിന്നെക്കാൾ ബുദ്ധിയുള്ളതായി പോകരുത് കേട്ടോ. യുനാദീ ബിൽ അസ്ഹാരി വഅന്തനായിം, നീ കിടന്നുറങ്ങുന്ന സമയത്ത് കോഴി അതാ ദിക്ർ ചൊല്ലുന്നു, തസ്ബീഹ് ചൊല്ലുന്നു. യുനാദീ ബിൽ അസ്ഹാരി വഅന്തനായിം, അതല്ലേ മഹാന്മാര് പറഞ്ഞത്, ലഖദ് ഹതഫത് ഫീ ജുന്നി ലൈലിൻ ഹമാഇബു അലാ ഫാനനിൻ വഹ്ലൻ വഇന്നീ ലനാഇബു. മരത്തിന്റെ കൊമ്പുകളിൽ നിന്ന് അതാ വിശേഷ ബുദ്ധിയില്ലാത്ത പക്ഷികൾ അതാ എഴുന്നേറ്റിട്ട് റബ്ബിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നു. കദബ്തു വബൈത്തില്ലാഹി ലൗ കുന്തു ആസിഖാ ലമാ സബഖത്നി ബിൽ ബുകായിൽ ഹമായിബു. മാടപ്പറാവുകൾ അതാ രാത്രി സമയത്ത് എഴുന്നേറ്റ് തസ്ബീഹ് ചൊല്ലുന്നു. സുബഹിക്ക് മുമ്പ് തന്നെ എഴുന്നേറ്റ് തസ്ബീഹും ദിക്റും ചൊല്ലുന്നു. ഞാനിങ്ങനെ പറയുന്നു, ഞാൻ അള്ളാഹനെ സ്നേഹിച്ചവനാണ്, ഞാൻ ത്വരീഖത്ത് സ്വീകരിച്ചവനാണ്, ഞാൻ അള്ളാഹുവിനെ പ്രിയം വെച്ച അടിമയാണെന്നൊക്കെ ഞാനിങ്ങനെ പറയുന്നു. പക്ഷേ എന്നെക്കാൾ മുന്നേ എഴുന്നേറ്റ് മാടപ്പറാവുകൾ അള്ളാഹനോട് കരഞ്ഞില്ലേ? വസബു അന്നീ ഹായിമുൻ സബാബത്തിൻ ലിറബ്ബി വലാ അബ്കി ഫലാ അബ്കി വതബ്കിൽ ബഹായിബു. ഞാൻ പറയുന്നു, ഞാൻ അല്ലാഹുവിലേക്ക് മുറിഞ്ഞിറങ്ങിയവനാണ് എന്നൊക്കെ ഞാൻ വാദിക്കുന്നു. പക്ഷേ ഫലാ അബ്കി വതബ്കിൽ ബഹായിബു, ഞാൻ പലപ്പോഴും എന്റെ അവസാനവും എന്റെ ഗതിയുമൊന്നും ചിന്തിക്കാതെ പൊട്ടിച്ചിരിച്ചവനല്ലേ, ചിരിപ്പിച്ചവനല്ലേ. പക്ഷേ ഒരു നാൽക്കാലി മൃഗങ്ങളും ചിരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ആന മുതൽക്ക് താഴോട്ട് എല്ലാ മൃഗങ്ങളും കരയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. മൃഗങ്ങളെല്ലാം ഭയപ്പെട്ട് കരയുന്നു, എനിക്ക് കരച്ചിലും വരുന്നില്ലല്ലോ. ആരിഫീകൾ പാടുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അയ്യുഹൽ വലദ്, കുട്ടി, ഖുലാസത്തുൽ ഇൽമി വൽ ഇബാദത്തി മുതാബഅത്തു ശാരി ഫിൽ അവാമിരി വൻ നവാഹി ബിൽ ഖൗലി വൽ ഫിൽ. യഥാർത്ഥത്തിൽ അല്ലാഹുവിനുള്ള തഅത്ത്, അല്ലാഹുവിനുള്ള ഇബാദത്ത് ശറഇന്റെ നിയമമനുസരിച്ച് ശരീഅത്തനുസരിച്ച് ജീവിക്കലാണ് കേട്ടോ. കുല്ലു മാ തഖൂലു വതഫഅലു വതത്റുകു യകൂനു ബിഖ്തിദാഇ ശറഇ, ശറഇന്റെ ശരീഅത്തിന്റെ നിയമമനുസരിച്ചുള്ള ജീവിതം, അതാണ് കേട്ടോ ഇബാദത്ത്. നീ വലിയ ഇബാദത്തുകാരനാണെന്ന് മനസ്സിലാക്കിയിട്ട് പെരുന്നാളിന് നോമ്പെടുത്താൽ ഇബാദത്താകുമോ? നീ അയ്യാമത്ത് ശരീക്കിന് നോമ്പെടുത്താൽ കുറ്റക്കാരനല്ലേ? നീ ആരാന്റെ തുണി പിടിച്ചു പറ്റിയിട്ട് അതും കൊടുത്തു നിസ്കരിച്ചാൽ നീ കുറ്റക്കാരനല്ലേ? കാഴ്ചക്ക് ഇബാദത്തായതുകൊണ്ട് കാര്യമായില്ല. അയ്യുഹൽ വലദ്, കുട്ടി, യംബഗീ ലക അൻ യകൂന ഖൗലുക വഫീലുക മുവാഫിഖൻ ലിശ്ശറഇ, നിന്റെ വാക്കും നിന്റെ പ്രവൃത്തിയും ഒക്കെ ശറഇനോട് യോജിച്ചതാകണം. ഇതിൽ ഇൽമു വൽ അമലു ബിൽ ഇഖ്തിദാഇ ശറഇ വലാലാ, ശറഇനോട് യോജിക്കാത്ത വിവരവും ശറഇനോട് യോജിക്കാത്ത പ്രവർത്തനവും വഴികേടാണ് കേട്ടോ. സൂഫിയാക്കളാണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ചിലർ, അവരിൽ നിന്നുണ്ടാകുന്ന ചില സംസാരം കേട്ട് നീ പെട്ടുപോകണ്ട. നിനക്ക് ആഖിറം രക്ഷപ്പെടണമെങ്കിൽ എന്ന തരീഖ് അല്ലാഹുവിന്റെ മഹാന്മാരെ വഴിയിൽ കടക്കുക എന്ന് പറഞ്ഞാൽ, തരീഖത്ത് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ, യകൂന ബിൽ മുജാഹദത്തി വഖതി ശഹവത്തിൻ നഫ്സി വഖതി ഹവാഹാ ബിസൈഫിർ റിയാദത്തി ലാ ബിത്വാമാത്തി വത്റഹാത്. നാവ് കൊണ്ട് എന്തൊക്കെയോ ഉരുവിടലല്ല, മറിച്ച് ശരീരത്തിന്റെ തടീച്ചയെ മുറിച്ചു കളഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചിറങ്ങലാണ് കേട്ടോ. ഇബാദത്ത് വർദ്ധിപ്പിക്കലാണ് കേട്ടോ. റഹ്മുർ-റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഇബാദത്തുകളും ദിക്റുകളും സലാത്തും പരിശുദ്ധ ഖുർആനും കൊണ്ട് ജീവിതം സംശുദ്ധമാക്കി ജീവിച്ച് മരിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഈ പ്രസംഗവും ഞങ്ങളുടെ വാളും നീ പൊരുത്തപ്പെട്ട അമലാക്കണം റഹ്മാനേ. ഒരു കുറഞ്ഞ സമയം സുബ്ഹിന് മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കാൻ ഒരാഗ്രഹം നമ്മുടെ ഖൽബിൽ വേണം.
അള്ളാഹുമായുള്ള ഒരു സംഭാഷണത്തിന് സമയം കണ്ടെത്തണം. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഉറപ്പിച്ച് തീരുമാനിച്ചു പോയവൻ എങ്ങനെ അതിന് സാധിക്കാതിരിക്കും? അള്ളാഹുവിലേക്ക് മുൻനിർത്തി നമ്മളത് ചെയ്യണം. ഞാൻ പറയട്ടെ, മുമ്പ് കാലത്ത് മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും സാധാരണക്കാരും പലരും തഹജ്ജുദ് നിസ്കരിക്കുന്നവർ. മുതഅല്ലിമീങ്ങൾ ഇന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ടോ? അതുപോലെ ഇൽമുമായി ബന്ധപ്പെടുന്നവർ നിസ്കരിക്കുന്നുണ്ടോ? നമ്മളൊക്കെയും ഞാൻ നന്നാകാൻ നിങ്ങൾ ദുആ ചെയ്യണം. അള്ളാഹു നമ്മെ എല്ലാവരെയും നന്നാക്കി തീർമാറാകട്ടെ. ആത്മീയതയിൽ ഊന്നിയ ഒരു ജീവിതം നയിച്ച് ചുരുങ്ങിയ കാലഘട്ടത്തിൽ അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ജീവിച്ച് അള്ളാഹുവിന് വേണ്ടി ജീവിച്ച് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ സന്തോഷത്തോടെ മരിക്കാൻ കഴിയണം. മലായികത്തിന്റെ സ്വീകരണം ലഭിക്കണം. അള്ളാഹുവേ, അക്കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളെ പ്രിയം വെച്ചവര് നീ ഉൾപ്പെടുത്തണം അല്ലാ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. സിറാജുലുദ്ദീനിക്ക് സ്വർണം തന്നവരുണ്ട്. സിറാജുലുദ്ദീനിക്ക് സ്വർണം തന്ന വേറെ ആളുകളുണ്ട്. സംഭാവനകൾ പ്രത്യേകിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നു. ഞാൻ ഇന്ന് വൈകുന്നേരം ഇവിടെ വരാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോ എടച്ചേരിയിൽ നിന്ന് ഒരാൾ വന്നു. 5 ചാക്ക് അരി സിറാജുൽ ഹുദയിലേക്ക് അദ്ദേഹം നേർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ചെവിട്ടിന് ഒരു അസുഖം, ഡോക്ടർമാർ നിർബന്ധമായി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്താൽ പിന്നെ യാത്ര ചെയ്യാൻ പാടില്ല, ഒരിക്കലും യാത്ര ചെയ്യാൻ പാടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതം നയിക്കുന്നത് വിദേശത്ത് പോയിട്ടാണ്. യാത്ര ചെയ്യാതെ ആൾക്ക് നിർവാഹമില്ല. അദ്ദേഹം വളരെ വിഷമിച്ചു. അങ്ങനെ വിദേശത്ത് പോയപ്പോ അവിടുന്ന് വേദന കൂടുതലായി. അപ്പൊ 5 ചാക്ക് അരി സിറാജുൽ ഹുദയിലേക്ക് അദ്ദേഹം നേർച്ച ചെയ്തു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നേർച്ചാക്കി അപ്പം വേദന നിന്നു, ഇതുവരെ അൽഹംദുലില്ലാ പിന്നെ വേദന ഉണ്ടായിട്ടില്ല, ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. 5 ചാക്ക് അരി ഇന്ന് വൈകുന്നേരം വന്ന് എന്നെ ഏൽപ്പിച്ചു. അല്ലാഹു തആല നമ്മുടെ സ്ഥാപനത്തിന് വലിയ ബർക്കത്ത് തന്നിട്ടുണ്ട്. ഇതൊക്കെ അതിന്റെ ബർക്കത്ത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തീർമാറാകട്ടെ. അദ്ദേഹവും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹു മരിക്കുന്നതുവരെ ആ രോഗമോ മറ്റ് വിഷമമുള്ള ഒരു രോഗവും അദ്ദേഹത്തിനും നമുക്കും തരാതിരിക്കുമാറാകട്ടെ. ആരോഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു മുതഅല്ലിമിന്റെ ഉമ്മാമ മരിച്ചു എന്ന് പറഞ്ഞു. ഇപ്പൊ വരുമ്പോൾ വിളിച്ചു പറഞ്ഞു, അല്ലാഹുവേ, ആ സ്ത്രീയുടെ ഖബറിനെ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങൾ മരിച്ചുപോയ മുഴുവൻ ആളുകളുടെ ഖബറിനെ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെ ചുറ്റുഭാഗങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മരിച്ചുപോയവരുണ്ട്, കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുണ്ട്, ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിച്ചവരും സഹകരിച്ചവരിൽ നിന്ന് മരിച്ചുപോയവരുണ്ട്. എല്ലാവരുടെ ഖബറിനെയും നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. പലരും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 10,000 രൂപ കൊടുത്തയച്ചിട്ട് ഒരാൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവരുടെ മക്കൾക്ക് നീ ദുനിയാവും ആഖിറവും സന്തോഷത്തിലാക്കണം റഹ്മാനെ. വേറെ ഒരാൾ കിണറ്റിൽ വെള്ളം ലഭിച്ചു, നേർച്ചയാക്കി കിണറ്റിൽ വെള്ളം ലഭിച്ചു, സ്ഥിരമാകാൻ വേണ്ടി ദുആ ചെയ്യണം. മമ്മൂട്ടി കുമ്മങ്കോടുള്ള ഒരാൾ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കും ആവശ്യമായ വെള്ളം എപ്പോഴും ദുനിയാവിലും ആഖിറത്തിലും നീ തരണം റഹ്മാനെ. ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ട്, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എടവണ്ണയിലുള്ള പ്രവർത്തകന്മാര് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വാഹനാപകടത്തിൽ പരിക്കുപറ്റി ഗുരുതാവസ്ഥയുള്ള ആൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹു അദ്ദേഹത്തിന് നീ പൂർണ്ണമായ ആഫിയത്ത് നൽകണം റഹ്മാനെ. അതുപോലെ നമ്മുടെ കുറുവന്തേരിയിലെ എലിക്കുന്നുമൽ ഹസൻ ഈ അടുത്ത് മരണപ്പെട്ടു പോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. ഒരുപാട് സഹായങ്ങൾ തുടക്കം മുതലേ നമ്മുടെ സ്ഥാപനങ്ങളുമായി നടത്തിയ ആളാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ ഖബറിനെ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. കേക്കലം മുസ്ലിയാർ സുഖമില്ലാതെ ഇവിടെ ദുആ ചെയ്യാൻ പറഞ്ഞു. ഇവിടെ സ്റ്റേജ് മുൻ സാറിന് വരുന്ന ആൾ അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്ത് നൽകണം റഹ്മാനെ. ആക്സിഡന്റിൽപ്പെട്ട് ആശുപത്രിയിലുള്ളവർ അല്ലാഹു അവർക്ക് നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. 9 മാസമായി കുട്ടിക്ക് എപ്പോഴും കരച്ചിലാണ്, ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആ കുട്ടിക്ക് നീ ആഫിയത്തും സന്തോഷവും നൽകണം റഹ്മാനെ. കുടുംബത്തിന് സന്തോഷം നൽകണം റഹ്മാനെ. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുന്നു. എല്ലാവരും ഒരു 3 സ്വലാത്ത് ചൊല്ലണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. സിറാജുൽ ഹുദ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയുടെ ഹൃദയഭാഗത്ത് ആദർശത്തിന്റെയും സേവന വിപ്ലവത്തിന്റെയും ജ്വലിക്കുന്ന പ്രതീകമായി സിറാജുൽ ഹുദ എഡ്യൂക്കേഷൻ കോംപ്ലക്സ് സുന്നി പ്രസ്ഥാനത്തിന്റെ അഭിമാനമായി വളരുകയാണ്. മതനവീകരണ പ്രസ്ഥാനങ്ങളുടെ വിഹാര കേന്ദ്രമായിരുന്ന കുറ്റ്യാടിയിൽ ഇന്ന് അഹ്ലുസുന്നയുടെ ദൃഢവിളംബരമായി ഈ മഹാസമുച്ചയം പുരോഗതി താണ്ടുകയാണ്. സിറാജുൽ ഹുദായുടെ വളർച്ചയിൽ ഇവിടെ തളർന്നു വീണത്
അവാന്തര ചിന്തകളുടെ മിഥ്യാഗോപുരങ്ങളാണ്. വിശ്വാസത്തിന്റെ കർമ്മവീഥിയിൽ വ്യതിയാനത്തിന്റെ വിഷം വിതറിയ വിതഴി പ്രണേതാക്കൾ ഈ കർമ്മവിസ്മയത്തിനു മുന്നിൽ നിശബ്ദരാവുകയാണ്. ഒരു ജനതയുടെ ബോധമണ്ഡലമാകെ നേരറിവിന്റെ ജ്ഞാനലോകത്തേക്ക് മാറ്റിയെടുത്ത ഈ ചരിത്ര സമുച്ചയം കുറ്റ്യാടിയുടെ ആധുനിക ചരിത്ര നിർമ്മിതിയെ തന്നെ സ്വാധീനിച്ചിരിക്കുകയാണ്. ഇത് ശരീഅത്ത് കോളേജ്. ഇസ്ലാമിക പ്രമാണങ്ങൾ നിർവചിക്കുന്ന സാമൂഹ്യ ക്രമങ്ങളെക്കുറിച്ച് ഇവിടെ നിരീക്ഷണങ്ങളും വിചിന്തനങ്ങളും സജീവമാണ്. അഹ്ലുസുന്നയുടെ താത്വിക നിലപാടുകളിലേക്ക് ജനഹൃദയങ്ങളെ ക്ഷണിക്കുകയാണ് ഈ പണ്ഡിത പ്രതിഭകൾ. കർമ്മശാസ്ത്രം, ആധ്യാത്മികം തുടങ്ങി ഇസ്ലാമിക ജ്ഞാനശാഖകൾ ഈ പഠനകളരിയിൽ അഭ്യസിപ്പിക്കപ്പെടുന്നു. ആധുനികതയുടെ വൈജ്ഞാനിക വീക്ഷണങ്ങളിൽ സ്വീകാര്യ ഘടകങ്ങളെല്ലാം സ്വാംശീകരിച്ചെടുക്കുക എന്ന പണ്ഡിത ദൗത്യത്തിന്റെ പ്രായോഗികത ഈ ക്യാമ്പസ് നമുക്ക് കാണിച്ചു തരുന്നു. ഇംഗ്ലീഷ് മീഡിയം, കമ്പ്യൂട്ടർ സെന്റർ, സമ്പന്ന കുടുംബങ്ങളിൽ പഠിതാക്കൾക്ക് ധാർമ്മിക പഠനാന്തരീക്ഷമൊരുക്കുന്ന ബോർഡിംഗ് മദ്രസ, വിശുദ്ധ ഖുർആൻ ഹൃദിസ്ഥമാക്കുന്ന ഹിഫ്ലുൽ ഖുർആൻ തുടങ്ങി വിവിധ സ്ഥാപന സംരംഭങ്ങൾ കുറ്റ്യാടിയുടെ ചരിത്രത്തിന് തിലകക്കുറിയാകുകയാണ്. CBSE സിലബസോട് പ്രവർത്തിക്കുന്ന 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ജില്ലയിലെ 100 മേനി കൊയ്യുന്നവയാണ്. കേരളീയ ഇസ്ലാമിക ചരിത്രം അഹ്ലുസുന്നയുടെ പ്രകാശവീതിയിലൂടെ തിരിഞ്ഞു സഞ്ചരിക്കുന്നതിന് ഈ സന്മാർഗ ദീപത്തിന്റെ ഭാഗധേയം നിർണായകമാണ്. ഈ പ്രദേശത്തിന്റെ മുഖവും മനസ്സും സത്യവിശുദ്ധിയുടെ മഹിതധാരയിലൂടെ ചലിപ്പിക്കുന്ന ഈ ആദർശ സമുച്ചയം കേരളീയ മനസ്സുകളിൽ സൃഷ്ടിക്കുന്ന വിപ്ലവങ്ങൾ വിസ്മയകരമാണ്. സിറാജുൽ ഹുദ മസ്ജിദ്. ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നിർവഹിച്ച ഒരു കുത്തുബ ചരിത്രത്തിലെ അനർഘ മുഹൂർത്തങ്ങളിലൊന്നാണ്. ഒരു പ്രദേശത്തിന്റെ സമൂല പരിഷ്കരണത്തിന്റെ പ്രഥമ പ്രചോദനം. സുന്നി ചരിത്ര സംഗ്രഹങ്ങളിലെ കുറ്റ്യാടി വിപ്ലവം ദൃശ്യമനോഹരമായ ഈ പള്ളി മിമ്പറിന്റെ സംഭാവനയാണ്. കേരളത്തിലെ വിശ്രമമറിയാത്ത പ്രഭാഷകൻ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ കർമ്മ നേതൃത്വം ഈ വിപ്ലവ ദൗത്യത്തിന് ആദർശ തിളക്കം നൽകുന്നു. ഈ സ്ഥാപനങ്ങൾ ഒരു പ്രസ്ഥാനത്തിന്റെ ആത്മവികാരങ്ങളുടെ പരിച്ഛേദനമാണ്. ചരിത്രത്തിലെ അത്യപൂർവ വിപ്ലവത്തിന് കർമ്മ നേതൃത്വം നൽകുന്ന ഈ മഹാമുന്നേറ്റം നമുക്ക് നെഞ്ചോട് ചേർക്കാം.